അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള വ്യാപാരം ഇന്ത്യ നിർത്തിവെച്ചു എന്ന വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്. ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം ഇന്ത്യ പിൻവാങ്ങുന്നു എന്നായിരുന്നു പ്രചാരണം. എന്നാൽ ഇതിന് പിന്നിലെ സത്യം എന്താണ്? ഇന്ത്യ ശരിക്കും അഫ്ഗാനെ കൈവിട്ടോ? ഒരു വ്യാജ കത്തിലൂടെ പാകിസ്ഥാൻ നെയ്തെടുത്ത വലിയൊരു ചതിയുടെ കഥയാണിത്. വിശദമായി നോക്കാം. ഇറാനിലെ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള വ്യാപാര പ്രവർത്തനങ്ങൾ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന വാർത്തകൾ പൂർണ്ണമായും തെറ്റാണെന്ന് ഇന്ത്യൻ സർക്കാർ ഔദ്യോഗികമായി തന്നെ അറിയിച്ചു കഴിഞ്ഞു. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ പേരിൽ പ്രചരിച്ച ഒരു കത്താണ് ഈ ആശയക്കുഴപ്പത്തിന് കാരണമായത്. മന്ത്രാലയത്തിലെ ചീഫ് സെക്രട്ടറി വിമൽ ആനന്ദിന്റെ ഒപ്പോട് കൂടിയ ഈ കത്ത് വാസ്തവത്തിൽ വ്യാജമായി നിർമ്മിച്ചതാണ്. ഗ്ലോബൽ വാച്ച് ഡോഗ് എന്ന എക്സ് അക്കൗണ്ട് വഴിയാണ് ഈ കത്ത് ആദ്യം പുറത്തു വന്നത്. റീജിയണൽ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ കാരണം ഇന്ത്യ വ്യാപാരം അവസാനിപ്പിക്കുന്നു എന്നായിരുന്നു ഇതിലെ ഉള്ളടക്കം. എന്നാൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ PIB നടത്തിയ ഫാക്ട് ചെക്കിൽ ഈ കത്ത് വ്യാജമാണെന്നും ഇന്ത്യ ഇത്തരമൊരു തീരുമാനമെടുത്തിട്ടില്ലെന്നും വ്യക്തമായി. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രചാരണ അക്കൗണ്ടുകളാണ് ഇതിന് പിന്നിലെന്ന് സർക്കാർ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യാജ വാർത്ത ഇപ്പോൾ ചർച്ചയാകുന്നത്? ഇറാനിലെ ചബഹാർ പോർട്ട് വഴിയാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ട് പ്രധാനമായും വ്യാപാരം നടത്തുന്നത്. ഇറാനിൽ അശാന്തി ഉണ്ടാകുമ്പോൾ ഈ റൂട്ടിനെ അത് ബാധിക്കുമെന്ന് സ്വാഭാവികമായിട്ടും ആളുകൾ കരുതും. അപ്പോൾ ഈ ഒരു സാഹചര്യം മുതലെടുത്താണ് ഇന്ത്യൻ വാണിജ്യ ഉദ്യോഗസ്ഥരുടെയും ആസ്തികളുടെയും ഒക്കെ സുരക്ഷ കണക്കിലെടുത്ത് വ്യാപാരം നിർത്തി എന്ന രീതിയിലുള്ള വ്യാജരേഖ ചമച്ചത്. കയറ്റുമതിക്കാരും ഇറക്കുമതിക്കാരും ഒക്കെ പുതിയ കരാറുകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ഗതാഗതത്തിലുള്ള ചരക്കുകൾ ഇപ്പോൾ നിലവിൽ ഗതാഗതത്തിൽ ഇരിക്കുന്ന ചരക്കുകൾ തടഞ്ഞു വെക്കണമെന്നും വരെ ഈ വ്യാജ കത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായിട്ടുള്ള സാമ്പത്തിക ബന്ധത്തെ തകർക്കാനും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ വിശ്വാസ്യത നശിപ്പിക്കാനുമായിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കം തന്നെയായിരുന്നു ഇത്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ കേന്ദ്രീകൃതമായിട്ടുള്ള എക്സ് ഹാൻഡിലുകൾ ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസ് ഫാക്ടറികളായി പ്രവർത്തിക്കുന്നുവെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രാദേശിക സുരക്ഷാ റീജിയണൽ സുരക്ഷാ അന്തരീക്ഷത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് വ്യാപാരികൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് പ്രിയ പ്രേക്ഷകർ, സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ വാർത്തകളും വിശ്വസിക്കാതിരിക്കുക. പ്രത്യേകിച്ച് വിദേശകാര്യ വ്യാപാര നയങ്ങളെ ബാധിക്കുന്ന ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളിൽ ഔദ്യോഗിക സർക്കാർ പേജുകൾ മാത്രം പരിശോധിക്കുക, അതിനെ മാത്രം ആശ്രയിക്കുക. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള വ്യാപാര ബന്ധം തടസ്സമില്ലാതെ തുടരുന്നുണ്ട്. പാകിസ്ഥാന്റെ വ്യാജ പ്രചാരണങ്ങൾക്ക് മറുപടിയുമായി നമ്മുടെ സർക്കാർ ജാഗ്രതയോടെ തന്നെയുണ്ട്. ഇത്തരം വ്യാജ വാർത്തകൾ ഷെയർ ചെയ്യുന്നതിന് മുൻപ് ഒരു നിമിഷം ആലോചിക്കുക, അതിലെ സത്യം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.